Now we invite Father Matthews Kyriakos to deliver his welcome speech. Glory be to the Father, Son, and the Holy Spirit. Amen. His Eminence Abraham Mar Stephanos Tirumeni and all the all Reverend Achans and all the special persons invited to the dais. As the vicar of St. Thomas Indian Orthodox Church, my duty is to welcome you all. On this auspicious occasion of our consecration day, I am much happy to welcome you all. First of all, I would like to welcome His Eminence Abraham Mar Stephanos, Metropolitan. His Eminence is the founder vicar of this church, and it is very much we are saying appreciate that His Eminence itself is consecrating our church. തിരുമേനിയെ കണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തെ എപ്രകാരം നമ്മൾ സ്നേഹിക്കണം, ദൈവത്തെ എങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ ഒരുപാട് പഠിക്കുവാനുണ്ട്. അഭിയന്ത തിരുമേനി, ഞാനൊരു ഫോർ എക്സാമ്പിളായിട്ടൊരു കാര്യം പറയാൻ തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. തിരുമേനി ക്ഷമിക്കണം. വാസ്തവത്തിൽ ആദ്യത്തെ ഫ്ലെയറിൽ തിരുമേനിയുടെയും പരിശുദ്ധ ബാവ തിരുമേനിയുടെയും ഒരു പടം, ഒരു പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലെയർ ഉണ്ടാക്കിയിരുന്നത്. ഞാനത് വൈദികരുടെ മീറ്റിങ്ങിൽ ഷെയർ ചെയ്തപ്പോൾ തിരുമേനി തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സൂൺ ആസ് പോസിബിൾ അത് ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം കർത്താവിൻ്റെ ഒരു പടം അയച്ചു തന്നിട്ട് പറഞ്ഞു, അത് അതിനകത്ത് വെച്ചാൽ മതി, വി ഷുഡ് ഡു ലൈക്ക് ദാറ്റ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, സ്നാപക യോഹന്നാൻ പറഞ്ഞ പോലെ ഞാനോ കുറയണം അവനോ വളരണം എന്നുള്ളതായ തിരുമേനിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, തിരുമേനിയുടെ പെരുമാറ്റത്തിലും ശൈലിയിലും ഒക്കെയും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏതുമല്ല, മറിച്ച് ദൈവം പ്രഘോഷിക്കപ്പെടണം എന്നുള്ളതായ തിരുമേനിയുടെ ആ ഒരു ആപ്തവാക്യം, അത് നമ്മളെല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ കാണുന്നതാണ്. റെക്കോർഡ് ചെയ്ത് ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുകയും അതുപോലെ പാട്ട് പാടി ഒക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്നതായ കാര്യങ്ങൾ. തിരുമേനിയെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. I would like to welcome E.M. Solam, the MP, the Member of Parliament for Seniors and Mid-Cambridgeshire 2024. He was a district councillor in South Cambridgeshire from 2018 to 2022. He is well known for his hard work and diligence. He has a special interest in schools, universities and children's activities. I welcome MP E.M. Solam to this auspicious occasion of this church consecration ceremony and to our church on behalf of St. Thomas Indian Orthodox Church. Next I would like to welcome Mayor Nick Johnson. He is the current elected mayor of Cambridgeshire and Peterborough, originally from northeast of England. He was a district councillor for Seniors East in 2018. He is a patron of EDIS, a local charity supporting people with learning disabilities in Cambridgeshire. I would like to welcome Mayor Nick Johnson to this occasion of
consecration ceremony on behalf of St. Thomas Indian Orthodox Church. Next, we got Mayor Baiju Titala. He is the first Asian mayor of Cambridge. He is a qualified solicitor in 2019 and practices as a criminal defense solicitor in a local firm. Baiju is very committed to serve the community as a way of repaying a support he received when he first arrived in the UK. Mayor Baiju Titala, നമ്മുടെ ഏഷ്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആദ്യത്തെ കേംബ്രിഡ്ജ് ഷെയറിലെ മേയറാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ ചർച്ചിൻ്റെ കോൺസെക്രേഷൻ സെറമണിയിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. Next, I would like to welcome Bobby Achan, Reverend Father Matthew Abraham Palatingal, the Clergy Secretary of the Clergy Association, Vice President, former Vicar from 2009 to 2014. ഞങ്ങളൊക്കെ എത്രത്തോളം വികാർ എന്ന് പറഞ്ഞാലും ഈ ഇടവകയെ സംബന്ധിച്ചോളം ഏറ്റവും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ. അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ഈ പള്ളി നമുക്ക് സ്വന്തമാക്കുവാൻ കൊണ്ടും ഇടയായത്. അച്ഛൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ, നിർണായകമായ ഘട്ടങ്ങളിലൊക്കെയും ഈ ഇടവക ഒപ്പം നിൽക്കുകയും താതാമ്യപ്പെടുകയും അതൊക്കെയും പറ്റിയുള്ള കാര്യങ്ങളൊക്കെയും എപ്പോഴും ഇടവകക്കാർ അച്ഛനെക്കുറിച്ച് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ ഇടവകയിലെ ഏറ്റവും ഇടവക്കാരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു വികാരി ബോബി അച്ഛനാണ്. ബോബി അച്ഛനെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയുടെ ഈ കോൺസെക്രേഷൻ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി next I would like to welcome Reverend Father Happy Jacob, former Diocesan Secretary and our Vicar from 2014 to 2017. എക്യുമെനിക്കൽ റിലേഷൻസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഹാപ്പി അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ഈ പള്ളിയുടെ ആദ്യഘട്ടത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനും നടക്കുന്നത്. അച്ഛൻ്റെ ഹാരോഗേറ്റിൽ നിന്നും കേംബ്രിഡ്ജ് വരെയുള്ള വരവും അതിൻ്റെ യാത്രാക്ലേശങ്ങളും ഒക്കെയും ഇടവക്കാർ എപ്പോഴും അനുസ്മരിക്കുന്നതാണ്. അച്ഛൻ്റെ സ്പിരിച്വൽ ആൻഡ് ഓൾ സോർട്സ് ഓഫ് സപ്പോർട്ട് ടുവേഴ്സ് ദ ചർച്ച് അത് ഇടവക്കാരെല്ലാവരും പ്രത്യേകമായിട്ട് ഓർക്കുന്നതാണ്. അച്ഛനെ നമ്മുടെ ഈ ചർച്ചിൻ്റെ കോൺസെക്രേഷൻ മീറ്റിങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വെൽക്കം ചെയ്യാനുള്ളത് റെവറൻഡ് ഫാദർ എൽദോ വർഗീസാണ്. നമുക്കേവർക്കും അറിയുന്നത് പോലെ ബഹുമാനപ്പെട്ട അച്ഛൻ മാഞ്ചസ്റ്റർ ബോൾട്ടൺ ചർച്ചിൻ്റെ സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ വികാറാണ്. അച്ഛൻ ഇന്നലെയും ഇന്നുമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഇടവകയുടെ കോൺസെക്രേഷനിലേക്ക് കടന്നു വരികയും അച്ഛൻ വളരെയധികം ഭംഗിയായി ഗാനങ്ങൾ മധുരമായ ശബ്ദത്തിൽ ആലപിക്കുകയും ഈ കോൺസെക്രേഷൻ്റെ ആ കൂദാശ ഏറ്റവും മനോഹരമാക്കി തീർക്കുകയും ചെയ്തു. അച്ഛനെ നമ്മുടെ ഈ ഇടവകയുടെ ഈ കോൺസെക്രേഷൻ്റെ മീറ്റിങ്ങിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വെൽക്കം ചെയ്യുവാനായിട്ടുള്ളത് ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ആളുകളാണ്. അതിൽ എടുത്തു പറയുവാൻ തക്കവണ്ണമുള്ളത് മിസ്റ്റർ മനോജ് സി കെ. ഈ ഇടവകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെയും ഒരുപാട് പ്രവർത്തിക്കുകയും ഒരുപാട് പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറയുകയും ചെയ്യേണ്ടതായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഇടവകയുടെ ഒരു മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ രൂപഭാവത്തിൽ നിന്നും അതൊരു ഓർത്തഡോക്സ് ചർച്ചിൻ്റെ രൂപഭാവത്തിലേക്ക് അത് വരത്തക്ക വിധത്തിൽ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് മുഴുവനും ചെയ്യുകയും അതുമാത്രമല്ല ജോലിക്ക് ഒഴിവുള്ള സമയം മുഴുവനും അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് അദ്ദേഹം ഹെമൽ ഹാംസ്റ്റഡിൽ നിന്നും അതുപോലെ ഇപ്പോൾ താമസിക്കുന്ന
കെൻറ്റിൽ നിന്നും ഒക്കെയും യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ ജോലികൾ കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രതിഫലം പോലും വാങ്ങാതെ ഇച്ഛിക്കാതെ ഒരുപാട് പ്രവർത്തിക്കുകയും ചെയ്തു. നമ്മുടെ മനോജ് സി.കെയെ നമ്മുടെ ഈ കോൺസെക്രേഷൻ സെറിമണിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മനോജിന് ഒരു ഫ്ലവർ നൽകി അദ്ദേഹത്തെ ആദരിക്കാം. അടുത്തതായി ജെറിൻ ജോസഫാണ്. ജെറിൻ ജോസഫ് മനോജിനെ പറഞ്ഞതുപോലെ ജെറിൻ ജോസഫും വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ നമ്മുടെ പള്ളിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇലക്ട്രിക്കൽ എൻജിനീയറാണ്. അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്തു നിന്നും, പ്രത്യേകിച്ച് ഹെമൽ ഹാംസ്റ്റഡിൽ നിന്നും അതുപോലെ അദ്ദേഹം താമസിക്കുന്ന കെൻറ്റിൽ നിന്നും ഒക്കെയും അദ്ദേഹം യാത്ര ചെയ്ത് വരികയും ഒഴിവുള്ള സമയത്ത് മുഴുവനും അദ്ദേഹം കുടുംബമായി വന്ന് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെയും ഒരുപാട് പ്രവർത്തിക്കുകയും ഒരുപാട് സന്തോഷം നൽകുകയും ഇടവകക്കാരൊക്കെയും അത് ഓർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ കോൺസെക്രേഷൻ്റെ ഈ ഔസ്പീഷ്യസ് ഒക്കേഷനിലേക്ക് നമ്മുടെ ജെറിൻ ജോസഫിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ എൽദോ കുര്യനാണ് ഉള്ളത്. ഞാൻ വികാരിയായിരുന്ന പീറ്റർബ്രോ സെൻറ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗമാണ്. എന്നാൽ ഈ പള്ളിയുടെ ആദ്യ കാലഘട്ടത്തിൽ മെമ്പറായിരുന്നു. അതിനുശേഷമാണ് പീറ്റർബ്രോ പള്ളി ഉണ്ടായത്. അദ്ദേഹം ഇപ്പോഴും ഒരു ഇടവാംഗത്തെ പോലെ തന്നെ പീറ്റർബ്രോയിൽ നിന്ന് ഇത്രയും ദൂരം ഈ പാപ്പുറത്ത് വരെയും വന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെയും ഓൾ ഓവർ ആയിട്ട് അദ്ദേഹം ജോലികൾ ചെയ്യുകയും ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ എൽദോ കുര്യനെ നമ്മുടെ ഈ ഔസ്പീഷ്യസ് ഒക്കേഷനിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അടുത്തതായി വെൽക്കം ചെയ്യാനുള്ളത് മിസ്റ്റർ സാജൻ വർഗീസാണ്. അദ്ദേഹവും നേരത്തെ ഈ പള്ളിയുടെ മെമ്പറായിരുന്നു. എന്നാൽ ഇപ്പോൾ പീറ്റർബ്രോ പള്ളിയുടെ മെമ്പറാണ്. അദ്ദേഹം ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം മൂവ് ചെയ്യുകയും ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഗവൺമെൻറ്റുമായിട്ട് തലത്തിൽ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു തരുന്ന നല്ലൊരു ആർക്കിടെക്റ്റാണ് അദ്ദേഹം. അത് പ്രൊഫഷണലി അത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ വിധ കാര്യങ്ങളിലൊക്കെയും അദ്ദേഹത്തെ വീണ്ടും നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നമുക്ക് ലഭിക്കാവുന്നതാണ്. മിസ്റ്റർ സാജൻ വർഗീസിനെ ഈ പള്ളി ഇടവയിലേക്കും അതുപോലെ ഈ കോൺസെക്രേഷൻ മീറ്റിങ്ങിലേക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് മിസ്റ്റർ ടിജുവിനെയാണ്. ടിജുവും സ്റ്റിവനേജിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടേക്ക് കടന്നു വരികയും നമ്മുടെ ഈ പള്ളിയുടെ നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെയും ഒരുപാട് പ്രവർത്തനങ്ങൾ നൽകുകയും അദ്ദേഹത്തിൻ്റെ സേവനം നമുക്കൊരുപാട് ഉപകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ടിജുവിനെ നമ്മുടെ ഇടവയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ മീറ്റിങ്ങിലേക്കും ഈ പള്ളി കൂദാശയിലേക്കും ഈ മീറ്റിങ്ങിലേക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് സമീപ ഇടവകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിൽ നിന്നും, പ്രത്യേകിച്ച് മർത്തോമ കാത്തലിക്സ് തുടങ്ങിയ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒക്കെയും വന്നിട്ടുള്ള എല്ലാ ആളുകളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഏറ്റവും അവസാനമായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ പാത്ത്വർത്ത് കേംബ്രിഡ്ജ് ഇടവകയിലെ എല്ലാ ഇടവാംഗങ്ങളെയുമാണ്. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, ഒരാളെ വെൽക്കം ചെയ്യാൻ തക്കവണ്ണം വിട്ടുപോയി. നമ്മുടെ ബാങ്കിൻ്റെ പള്ളിയുടെ ബാങ്കിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് വേണ്ടി ക്രമീകരിക്കുകയും നിർലോഭമായി നമ്മെ സഹായിക്കുകയും
നമ്മുടെ ഏതൊരു കാര്യത്തിനും അടുത്ത് ഇടപെടുകയും ചെയ്യുന്ന നമ്മുടെ ഫിലിപ്പ് അബ്രഹാം ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തെ ഞാൻ നമ്മുടെ ഇടവയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ ഇടവക്കാരെ എല്ലാവരെയും ഒരു നിമിഷം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അദ്ദേഹം ഏതൊരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം നിൽക്കുന്നോ അത് നമ്മുടെ ഇടവക്കാരുടെ എല്ലാവരുടെയും നല്ല പ്രാർത്ഥനയും നല്ല പ്രാർത്ഥനോചിതമായ പ്രവർത്തനങ്ങളുമാണ്. ഈ ഇടവയിലേക്ക് വരുമ്പോൾ തന്നെ അവർ നൽകുന്ന ഒരു വാം വെൽക്കമുണ്ട്. പുഞ്ചിരിയോടുകൂടി സ്നേഹത്തോടു കൂടി അവർ നൽകുന്നതായ അത് ഞങ്ങൾ വികാരിമാരെല്ലാവരും തന്നെ അത് അനുഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവക്കാരെല്ലാവരും പ്രാർത്ഥനയുടെ കാര്യത്തിലും പണിയുടെ കാര്യത്തിലും ഒക്കെയും വളരെ ശ്രദ്ധ ഉള്ള ആളുകളാണ്. മറ്റ് പള്ളിക്കാരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ദേഹാധ്വാനം ചെയ്ത് ഒരു പള്ളി പടുത്തുയർത്തിയിട്ടുള്ള ഇടവക്കാരും മറ്റാളുകളുണ്ടോ? ഉണ്ട്, പള്ളി പണിതവരുണ്ട്. പക്ഷേ അതെല്ലാം ആരെങ്കിലുമൊക്കെ നമ്മൾ നിയോഗിച്ചിട്ടാണ്. പക്ഷേ സ്വന്തമായിട്ട് ആ പ്രവർത്തനങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ട്, ആ വർക്ക് മുഴുവനും ചെയ്തുകൊണ്ട് അത് പൂർത്തീകരിക്കുന്ന ഒരു ഇടവക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേംബ്രിഡ്ജ് പള്ളി ഇടവക്കാരാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വചനത്തിൽ നിന്നും എൻ്റെ നിർവഹണത്തിൽ നിന്നും നിർത്തുന്നു. ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.